ഹായ് കൂട്ടുകാരെ, നമ്മളിത് നോക്കാൻ പോകുന്നത് പുതിയ SCERTയിലെ 5ാം ക്ലാസ് സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററായ ഒറ്റയെല്ലൊരു ജീവിയും. ഒരു ചെറിയ ചാപ്റ്ററാണ്, നമുക്കത് പെട്ടെന്ന് പഠിക്കാം. ഈ ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് എന്താണ് ആഹാര ശൃംഖല ജാലം, ആവാസ വ്യവസ്ഥ, പ്രകാശ സംശ്ലേഷണം, പിന്നെ ചെടികളിലെ ഇലകളുടെ അറേഞ്ച്മെൻറ്റ്, പിന്നെ എപ്പിഫൈറ്റ്. ഇത്രയേ ഉള്ളൂ ചാപ്റ്ററിൽ പഠിക്കാൻ. ഓക്കെ, നമുക്ക് പഠിക്കാം. എല്ലാ ജീവികളും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്, അല്ലേ? ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന നോക്കൂ, ഒരു പക്ഷി അവ ഒരു മരത്തിൽ ഒരു കുളത്തിൻ്റെ അരികെ നിൽക്കുന്നു. എന്തിനാണ്? അതിനകത്ത് മീനിനെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത്, അല്ലേ? ഒരു ജീവി ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്. ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ആഹാര ബന്ധത്തെ ആഹാര ശൃംഖല എന്നും പറയുന്നു. ഫുഡ് ചെയിൻ എന്നും പറയുന്നു. ആഹാര ശൃംഖല ജാലം എന്ന് പറഞ്ഞാൽ ഫുഡ് വെബ്. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. നമ്മൾ സസ്യങ്ങളെ ഭക്ഷിക്കുന്നു, പിന്നെ പുല്ലിനെ ഭക്ഷ്യമാക്കുന്ന പുൽച്ചാടി. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പുല്ല്, പുൽച്ചാടി തിന്നുന്ന കോഴി തിന്നുന്ന കുറുക്കൻ, അല്ലേ? കുറുക്കനെ തിന്നുന്ന കഴുകൻ അല്ലെങ്കിൽ കടുവ. ഇതാണ് ഒരു ആഹാര ശൃംഖല എന്ന് പറയുന്നത്. എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്നത് ആരിൽ നിന്നായിരിക്കും? സസ്യങ്ങളിൽ നിന്നായിരിക്കും. അത് വെറും സസ്യമാണോ? ഹരിത സസ്യങ്ങളിൽ നിന്നായിരിക്കും എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്ന ജീവിവിഭാഗം എന്ന് പറയുന്നത്. ഹരിത സസ്യങ്ങളെയാണ് ഉൽപാദകർ എന്ന് നമ്മൾ വിളിക്കുന്നത്, അല്ലേ? സസ്യങ്ങളെ മാത്രം ആഹാരമാക്കുന്ന ജീവികളാണ് സസ്യബുക്കുകൾ. സസ്യബുക്കുകൾക്ക് ഉദാഹരണമാണ് മാൻ, മുയൽ തുടങ്ങിയവ. ഇതിനകത്തൊന്നുമില്ല. സസ്യങ്ങളെ ചെറുമീൻ ഭക്ഷിക്കുന്നു, ചെറുമീനിനെ വലിയ മീൻ ഭക്ഷിക്കുന്നു, വലിയ മീനിനെ കൊക്ക് ഭക്ഷിക്കുന്നു. കണ്ണുകൾ ചേർന്നാണ് ഒരു ആഹാര ശൃംഖല ഉണ്ടാകുന്നത്. ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ആഹാര ബന്ധത്തെ നമ്മൾ ആഹാര ശൃംഖല എന്ന് പറയുന്നു. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖല ജാലം അഥവാ ഫുഡ് വെബ് എന്ന് പറയുന്നത്. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളെ എന്താണ് പറയുന്നത്? പ്ലവകങ്ങൾ എന്നാണ് പറയുന്നത്. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളെ എന്തെന്ന് പറയുന്നു? പ്ലവകങ്ങൾ എന്ന് പറയുന്നു. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് ആര്? പ്ലവകങ്ങൾ. ജലാശയത്തിൽ ഒഴുകി നടക്കുന്ന ചെറിയ സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. ഇനി എന്താണ് ആവാസം? നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടിനെ നമ്മൾ ആവാസം എന്ന് പറയുന്നു. നമുക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടിനെയാണ് നമ്മൾ ആവാസം എന്ന് പറയുന്നത്. ആവാസത്തിന് ഉദാഹരണം എന്തൊക്കെയാണ്? വയൽ, പുൽമേടുകൾ, മരുഭൂമി, ധ്രുവപ്രദേശം, കണ്ടൽക്കാട്, സമുദ്രം, വനം. ഇതെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു ജീവിക്ക് ആവാസമാണ്, അല്ലേ? മരുഭൂമിയിൽ ഒട്ടകത്തിൻ്റെ ആവാസ സ്ഥലം മരുഭൂമിയാണ്. പിന്നെ വയലിൽ കൊക്കിൻ്റെ ഒക്കെ ആവാസം എന്ന് പറയുന്നത് വയൽ തന്നെയാണ്. പുൽമേടുകൾ, ധ്രുവപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ധ്രുവക്കരടിയുടെ ആവാസം എന്ന് പറയുന്നത് ധ്രുവപ്രദേശം തന്നെയാണ്. അങ്ങനെ എല്ലാ ജീവികൾക്കും നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും, നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആവാസം. വയലൊരു ആവാസത്തിന് ഉദാഹരണമാണ്. ഒരു ആവാസത്തിൽ ജീവികൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ ജീവിയവും അജീവിയവുമായ ഘടകങ്ങളുണ്ട്. അതാണ് ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവികൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ ജീവിയ ഘടകവും കാണും, അജീവീയ ഘടകങ്ങളും കാണും. ഇവയെ നമ്മൾ ജൈവ വൈവിധ്യം എന്ന് പറയുന്നു. ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസമുണ്ട് എന്ന് പറഞ്ഞത്. ധ്രുവപ്രദേശങ്ങൾ, ധ്രുവക്കരടിക്ക് ധ്രുവപ്രദേശം, മരുഭൂമിയിൽ ഒട്ടകത്തിൻ്റെ ആവാസം എന്ന് പറയുന്നത് മരുഭൂമിയാണ്. അപ്പോൾ ഓരോ ജീവിക്കും അവയുടെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ അടങ്ങിയ പ്രദേശത്തെ നമ്മൾ ആവാസം എന്ന് പറയുന്നു.
ഓക്കെ, ഇനി ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ട് കടുവാ സംരക്ഷണം? ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ അല്ലേ. നോക്കൂ, പുല്ല്, പുൽച്ചാടി, കോഴി, കുറുക്കൻ, ദെൻ കടുവ. അല്ലെങ്കിൽ പുല്ലിനെ തിന്നുന്ന മാൻ, മാനിനെ തിന്നുന്ന കടുവ. പുല്ലിനെ തിന്നുന്ന പശു, പശുവിനെ തിന്നുന്ന കടുവ. ഓക്കെ, അപ്പോൾ ഉയർന്ന ഒരു ആഹാര ശൃംഖലയിലെ ഏറ്റവും ഉയർന്ന തലത്തിൽപ്പെടുന്ന ജീവിയാണ് കടുവ എന്ന് പറയുന്നത്. താഴ്ന്ന തലത്തിൽ പെടുന്നത് സസ്യങ്ങളായിരിക്കും അല്ലേ. ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗ്ഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവിവർഗ്ഗങ്ങൾ ഉണ്ടായെന്ന് വരാം. താഴെ കണ്ണിയിൽ പുല്ലിനെ തിന്നുന്ന പുൽച്ചാടി നശിച്ചാൽ പുൽച്ചാടിക്ക് പകരം നമുക്ക് മാനുണ്ട്, അല്ലെങ്കിൽ മുയലുണ്ട് എന്നൊക്കെ വരാം. അല്ലെങ്കിൽ വേറെ കൊച്ചു കൊച്ചു പ്രാണികളൊക്കെ ഉണ്ട് പുല്ലിനെ തിന്നുന്ന. പക്ഷേ കടുവ നശിച്ചാൽ നമുക്ക് കടുവയെ തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ത്യയിൽ പ്രോജക്റ്റ് ടൈഗർ പദ്ധതി കൊണ്ടുവന്നത്. എന്നാണ് പ്രോജക്റ്റ് ടൈഗർ പദ്ധതി കൊണ്ടുവന്നത്? 1973 ഏപ്രിൽ 1 ഇന്ത്യ ഗവൺമെൻറ് പ്രോജക്റ്റ് ടൈഗർ പദ്ധതി കൊണ്ടുവന്നത്. അതായത് താഴെ തട്ടിലുള്ള, വളരെ ശ്രദ്ധിച്ചോണം, താഴെ തട്ടിലുള്ള കണ്ണി നശിച്ചു കഴിഞ്ഞാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന ജീവികളെ കൊണ്ടുവരാൻ എളുപ്പമാണ്. പക്ഷേ ഉയർന്ന കണ്ണിയിലുള്ള ജീവിയായ കടുവകൾ നശിച്ചാൽ, കടുവയെ പേരുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കുന്ന മറ്റു ജീവികൾ അധികമില്ല. അതിനാൽ കടുവയെപ്പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു. എന്നാണ് ആഗോള കടുവാ ദിനം? ജൂലൈ 29 ആഗോള കടുവാ ദിനം. ഓക്കെ, അധിനിവേശക്കാർ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ഇവ വളരെ പെട്ടെന്ന് വളർന്നു പെരുകുന്നു. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. അധിനിവേശ മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്ന ഒരു മത്സ്യം തന്നെയാണ് ഇത്. നമ്മുടെ ജലാശയങ്ങളിലെ ചെറിയ മീനുകളെയാണ് ഭക്ഷിക്കുന്നത്. ഇവ വന്നു കഴിഞ്ഞാൽ ഇവയെ കഴിക്കുന്ന മീനുകളോ ജീവികളോ ഒന്നും നമ്മുടെ ജലാശയത്തിലില്ല. അപ്പോൾ നമ്മുടെ ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളുടെ ആ ഒരു ഇത് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നശിക്കാൻ കാരണമാകും. അതായത് ഇതിനെയൊക്കെ വരാതെ നമ്മുടെ ജലാശയങ്ങളെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ആവാസ വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ്. ഓക്കെ, ആഹാര ശൃംഖലാജാലം. പുല്ല്, നമ്മുടെ പുല്ല്, പുൽച്ചാടി, കോഴി, കുറുക്കൻ, കഴുകൻ. എങ്ങനെയാണ് സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിനുപയോഗിക്കുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാരം നിർമ്മിക്കാൻ സഹായിക്കുന്നത്. എന്തൊക്കെ ഉപയോഗിച്ചാണ്? കാർബൺ ഡൈ ഓക്സൈഡും ജലം എന്നിവ ഉപയോഗിച്ചാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത്. എല്ലാ ജീവികളും ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം, സസ്യങ്ങളെന്നല്ല എല്ലാ ജീവികളും ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ തന്നെയാണ്. ശ്വസനഫലമായി എല്ലാ ജീവികളും പുറന്തള്ളുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. സസ്യങ്ങൾ എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡും ജലവും വലിച്ചെടുക്കുന്നത്? അവയിൽ ചെറിയ സുഷിരങ്ങൾ അടങ്ങിയിട്ടുണ്ടല്ലേ. ആ ചെറിയ സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണം, അന്തരീക്ഷത്തിലെ വായു സസ്യത്തിനകത്തേക്കും പുറത്തേക്കും പോകാനായിട്ട് ഇലകളിൽ കാണുന്ന ആ ചെറിയ സുഷിരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? താഴെ എവിടെയുണ്ട്, സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രം എന്ന് പറയുന്നത്. സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഹരിതകം ഏതാണ്?
വർണ്ണകം ഏതാണ്? ഹരിതകം, ഇലകളിലെ ഹരിതകമാണ്. ഇനി എന്താണ് ഇതിനകത്ത് നമുക്ക് തന്നിട്ടില്ല, പക്ഷേ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ പറയുന്നുണ്ട് ഇലകളുടെ അറേഞ്ച്മെൻറ്റ്. ഒരു ചെടിയുടെ തണ്ടിൽ ഇലകളുടെ ക്രമീകരണത്തെ നമ്മൾ ഫൈലോടാക്സി അല്ലെങ്കിൽ എന്താണ് വിന്യാസം എന്ന് പറയുന്നു. ഫൈലോടാക്സി എന്നാണ് പറയുന്നത്. ചെമ്പരത്തി, തുളസി, ഏഴിലം പാല തന്നിട്ടുണ്ട് അല്ലേ. ഇതിനകത്ത് നോക്കൂ, ചെമ്പരത്തിയിൽ നോക്കൂ, ചെമ്പരത്തിയിൽ ഒരു തണ്ടിൽ നിന്ന് ഒരു സൈഡിൽ ഒരില, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത സൈഡിൽ മറ്റേ ഇല തന്നിരിക്കുന്നത് അല്ലേ, ഉണ്ടോ? മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു തണ്ട് ചെമ്പരത്തിയുടെ പഴം കാണുന്നില്ലേ നിങ്ങൾ? ചെമ്പരത്തിയിൽ ഒരു തണ്ടിൻ്റെ ഒരു സൈഡിൽ ഒരില, കുറച്ച് കഴിഞ്ഞ് അടുത്ത സൈഡിൽ വേറൊരില. അതായത് ഒരു പർവ്വത്തിൽ, അതായത് നോഡ് ഒരു പർവ്വത്തിൽ നിന്നും ഒരു വശത്തേക്ക് ഒരു ഇല എന്ന രീതിയിലുള്ള വിന്യാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഏകാന്തര വിന്യാസം. ഓൾട്ടർനേറ്റ് ആയിട്ടാണ്, ഒന്ന് കഴിഞ്ഞ് ഒന്ന്, ഒന്ന് കഴിഞ്ഞ് ഒന്ന്, അങ്ങനെ ഓൾട്ടർനേറ്റ് അല്ലെങ്കിൽ ഏകാന്തര വിന്യാസം എന്ന് പറയുന്നത്. ഏകാന്തര വിന്യാസത്തിന് ഉദാഹരണമാണ് നമ്മുടെ ചെമ്പരത്തി, റോസ, മാവ് തുടങ്ങിയവ. ഇവയുടെയൊക്കെ ഇലകൾ നോക്കിയാൽ നമുക്കറിയാം, ഒരു തണ്ടിൽ നിന്ന് ഒരു സൈഡിൽ ഒരില, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞായിരിക്കും അടുത്തത്. ഓൾട്ടർനേറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോലെയാണ് അവയുടെ ഇല എന്ന് പറയുന്നത്. അതിനാണ് ഏകാന്തര വിന്യാസം എന്ന് പറയുന്നത്. ഏകാന്തര വിന്യാസമുള്ള ചെടികൾക്ക് ഉദാഹരണമാണ് റോസ, ചെമ്പരത്തി, മാവ്. അടുത്ത് നോക്കൂ, തുളസിയിൽ കണ്ടോ, രണ്ടും ഒരേ സൈഡിൽ തന്നെ വന്നിരിക്കുന്നു. ഒരു നോഡിൻ്റെ അപ്പുറം ഇപ്പുറവും ഒരേപോലെ ഇലകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതിനെ പറയുന്നത് ഓപ്പോസിറ്റ് ആയിട്ടാണല്ലേ, ഓപ്പോസിറ്റായിട്ട് ഇലകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. തുളസിയിൽ മാത്രമല്ല, പേരയിൽ, തെറ്റിയിൽ, ഇവയിലെല്ലാം ഇങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ്. ഇതിന് പറയുന്ന പേരാണ് എതിർവിന്യാസം. ഓപ്പോസിറ്റ് ഫൈലോടാക്സി എന്ന് പറയുന്നു, എതിർവിന്യാസം എന്ന് പറയുന്നു. നോക്കി, ഏഴിലം പാല, സൂര്യകാന്തി, അരളി തുടങ്ങിയവയിൽ ഒരു പർവ്വത്തിൽ നിന്ന് മൂന്നോ അതിലധികമോ ഇലകൾ ഒരുമിച്ച് വിന്യസിച്ചിരിക്കുന്നു. ഇതിന് പറയുന്ന പേരാണ് സർക്കിളാകൃതിയിൽ അല്ലേ, സർക്കിൾ എന്നല്ല, ഇത് ചുറ്റി എന്ന് പറയുന്നതിനാണ് വേൾഡ് എന്ന് പറയും. വേൾഡ് ഫൈലോടാക്സി അല്ലെങ്കിൽ WHORLED, വേൾഡ് എന്ന് പറയും. സർപ്പിള വിന്യാസം എന്നാണ് പറയുന്നത്. സർപ്പിള വിന്യാസത്തിന് ഉള്ള ചെടികൾക്ക് ഉദാഹരണമാണ് ഏഴിലം പാല, സൂര്യകാന്തി, അരളി. ഇത് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിലുള്ള പോയിൻ്റാണ് കേട്ടോ, നമുക്ക് തന്നിട്ടുണ്ട്, വേണമെങ്കിൽ ചോദിക്കാം. അപ്പം എന്താണ് ആദ്യത്തെ? എന്താണ് ഏകാന്തര വിന്യാസം? ചെമ്പരത്തി, റോസ, ചെമ്പരത്തി, മാവ്. എതിർവിന്യാസം തെറ്റി, തുളസി, പിന്നെ പേര. പിന്നെ സർപ്പിള വിന്യാസം ഏഴിലം പാല, അരളി, സൂര്യകാന്തി. ഓക്കെ, തെച്ചി, തുളസി തുടങ്ങിയവ കണ്ടോ. തെച്ചി, തുളസി, പേര. മാവ്, ചെമ്പരത്തി, പിന്നെ ഒന്നുകൂടെ പറഞ്ഞായിരുന്നല്ലോ, മാവ്, ചെമ്പരത്തി, റോസ തുടങ്ങിയവയാണ് ഏകാന്തര വിന്യാസം. ഏഴിലം പാല, അരളി, സൂര്യകാന്തി. ഇനി സസ്യങ്ങൾക്ക് വർണ്ണകം കൊടുക്കുന്നത്. പച്ച നിറം നൽകുന്ന വർണ്ണകം ഏതാണെന്ന് നമ്മൾ പറഞ്ഞു, ഹരിതകം. ഇനി ചീരയ്ക്ക് ചുവപ്പ് കൊടുക്കുന്നത് ഏതാണ് വർണ്ണകം എന്ന് പറയുന്നത്? വർണ്ണകം ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ. നമ്മുടെ ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണമായ വർണ്ണകം എന്ന് പറയുന്നത് കരോട്ടിൻ. സൂര്യകാന്തി പൂവിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ വർണ്ണകം സാന്തോഫിലാണ്. ഓക്കെ, വാതക വിനിമയം സസ്യങ്ങളിൽ. പ്രകാശ സംശ്ലേഷണത്തിൽ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇവയിൽ ഏത് വാതകമാണ് ജീവികളുടെ ശ്വസനത്തിന് ഉപയോഗിക്കുന്നത്? ഓക്സിജൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് ക്രമീകരിക്കുന്ന, ഇതിനകത്ത് ജസ്റ്റ് തന്നിട്ടുള്ളത്, നമുക്ക് വലിയ ക്ലാസ്സിലോട്ട് പഠിക്കുമ്പോൾ അളവുകളെല്ലാം പഠിക്കാം. അന്തരീക്ഷത്തിൽ എത്രയാണ് ഏറ്റവും കൂടുതലുള്ളത്? ആരാണ്? നൈട്രജനാണ്. നമ്മൾ 7ാം ക്ലാസ്സിലൊരു സോഷ്യൽ സയൻസിലെ ഒരു ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്തരീക്ഷത്തിൽ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗൺ തുടങ്ങിയവയിൽ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ്. നൈട്രജനാണ് ഏറ്റവും കൂടുതലുള്ളത്.
രണ്ടാമതുള്ളത് ഓക്സിജൻ, മൂന്നാമതുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന അലസവാതകമാണ് ആർഗൺ. ഓക്കെ, സ്റ്റൊമാറ്റയെ പറ്റി പറയുന്നുണ്ട്. ഇലകളിലുള്ള സൂക്ഷ്മ സുഷിരങ്ങളാണ് ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്കും പുറത്തേക്കും പ്രവേശിക്കുന്നത്. ഈ സുഷിരത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത്, സൂക്ഷ്മ സുഷിരങ്ങളെയാണ് സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നത്. സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രം എന്നറിയപ്പെടുന്നത്. ഇതിലൂടെയാണ് അന്തരീക്ഷവായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. ഇനി ആതിഥേയരും അതിഥികളും. ചില സസ്യങ്ങൾ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം വേറൊരു സസ്യത്തിൽ ചുറ്റിപ്പിടിച്ച് വളരും. ചിലവ ആതിഥേയ സസ്യം ഉണ്ടാക്കുന്ന ജലവും ലവണവും ഉപയോഗിച്ച് അവർ ഫുഡുണ്ടാക്കി കഴിക്കും. ചില സസ്യങ്ങളാണെങ്കിലോ ആതിഥേയ സസ്യത്തിൽ വളർന്നിട്ട് അവരുണ്ടാക്കുന്ന ആഹാരം അതേപോലെ തന്നെ വലിച്ചെടുത്ത് കഴിയുന്നവയുമുണ്ട്. ഇവയെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. മാവ്, ഇത്തിൽക്കണ്ണി, ഇതെല്ലാം കൂടി കുറച്ച് ആൾക്കാർക്കൊക്കെ തിരിഞ്ഞു പോകാറുണ്ട്. പൂർണ്ണപരാതം, അർത്ഥപരാതം, പിന്നെ എപ്പിഫൈറ്റ്. ഇവ എന്തൊക്കെയാണെന്ന്. എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞാൽ വാസസ്ഥലത്തിനായിട്ട് മാത്രം, താമസിക്കാൻ വേണ്ടി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നവയാണ് നമ്മൾ എപ്പിഫൈറ്റ് എന്ന് പറയുന്നത്. ഇവയ്ക്ക് ചെറിയ വേരുകളാണ്, അഥവാ മരത്തിൽ നമ്മുടെ ബെസ്റ്റ് എക്സാമ്പിൾ വാണ്ട എന്ന് പറയുന്ന മരവാഴ. മാവിലൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങ് പറ്റി പിടിച്ച് വളരാൻ. ഇവയിൽ ചെറിയ വേരുകൾ മരത്തിൽ പറ്റി പിടിച്ച് വളരാനും ചെറിയ വേരുകൾ പറ്റി പിടിച്ച് വളരുകയും കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുത്ത് അവ തനിയെ ഫുഡുണ്ടാക്കി കഴിക്കും. ഓർക്കിഡ്, മരവാഴ, ഓർക്കിഡിനകത്ത് നമ്മൾ താങ്ങ് കൊടുക്കുമല്ലോ, അത് താങ്ങ് കൊടുത്തിട്ട് അവ ചുറ്റിപ്പിടിച്ച് വളരാനാണ്. എന്നിട്ട് സ്വയം അവർ ആഹാരം പാകം ചെയ്ത് കഴിച്ചോളും. അന്തരീക്ഷത്തിൽ നിന്നുള്ള ഈർപ്പം വലിച്ചെടുത്ത് ആഹാരം പാകം ചെയ്ത് കഴിക്കും. ഓർക്കിഡും മരവാഴയും എപ്പിഫൈറ്റിന് ഉദാഹരണമാണ്. പിന്നെ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് അവർ സ്വന്തമായിട്ട് ജലവും ലവണത്തിനും മാത്രമായിട്ട് ആതിഥേയ സസ്യത്തെ ഉപയോഗിക്കുന്നവയാണ് അർത്ഥപരാതങ്ങളെന്ന് പറയുന്നത്, സെമി പാരസൈറ്റ്. അവയ്ക്ക് ഉദാഹരണമായതൊക്കെയാണ് ഇത്തിൽക്കണ്ണിയും ചന്ദനവുമാണ് സെമി പാരസൈറ്റിന് ഉദാഹരണമെന്ന് പറയുന്നത്. കണ്ടോ, ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ ചുറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവയെ ആതിഥേയ സസ്യങ്ങൾ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഓർക്കിഡുകൾ എപ്പിഫൈറ്റിന് ഉദാഹരണമാണ്. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. ഇവയെ ഇത്തിൽക്കണ്ണിയെ പോലുള്ള സസ്യങ്ങളെ നാം എന്തെന്ന് പറയുന്നു? സെമി പാരസൈറ്റ് എന്ന്, അല്ലെങ്കിൽ അർത്ഥപരാതം എന്ന് പറയുന്നു. അർത്ഥപരാതത്തിന് ഉദാഹരണമാണ് ഇത്തിൽക്കണ്ണി, ചന്ദനം തുടങ്ങിയവ. ഇനി മൂടില്ലാത്താളിയാണെങ്കിലോ, ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന സസ്യങ്ങളെ പൂർണ്ണപരാതം എന്ന് പറയുന്നു. മൂടില്ലാത്താളിയും റഫ്ലേഷ്യയും എന്തിനുദാഹരണമാണ്? പൂർണ്ണപരാതത്തിന് ഉദാഹരണമാണ്. പൂർണ്ണപരാതം, മൂടില്ലാത്താളി, അങ്ങനെ പറഞ്ഞു. പൂർണ്ണപരാതം, മൂടില്ലാത്താളി ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുത്ത് അവ ജീവിക്കുന്നു. അവയെ പൂർണ്ണമായും കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ടോട്ടൽ പാരസൈറ്റാണ്. ടോട്ടൽ പാരസൈറ്റിന് ഉദാഹരണമാണ് മൂടില്ലാത്താളി, റഫ്ലേഷ്യ. ചില ജീവികൾ ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്യുന്നവയുണ്ട്. അവയെ എന്തെന്ന് പറയുന്നു? സാപ്രോഫൈറ്റ് അല്ലെങ്കിൽ ശവോപജീവികൾ എന്ന് പറയുന്നു. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ആർക്കുള്ളത്? മൂടില്ലാത്താളിക്കുള്ളത്. മൂടില്ലാത്താളി ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുത്ത് മൂടില്ലാത്താളിയുള്ള പൂർണ്ണപരാതങ്ങൾ എന്ന് പറഞ്ഞു. ആതിഥേയ സസ്യത്തിൽ നിന്ന് തന്നെ പോഷകഘടകങ്ങൾ വലിച്ചെടുത്ത് ജീവിക്കുന്നവയാണ് പൂർണ്ണപരാതം. പൂർണ്ണപരാതത്തിന് ഉദാഹരണം മൂടില്ലാത്താളി, റഫ്ലേഷ്യ. ഇതിനകത്ത്
ശവോപജീവി തന്നിട്ടില്ല. ജീർണാവശിഷ്ടത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്ത് ജീവിക്കുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ. നിയോട്ടിയ നമ്മൾ മറ്റേ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. നിയോട്ടിയ, മോണോട്രോപ്പ, പൂപ്പലുകൾ തുടങ്ങിയവയാണ്. പൂപ്പലുകളാണ് നമ്മുടെ കൂണുകൾ. പൂപ്പലുകൾക്ക് ഉദാഹരണമാണ് കൂണെന്ന് പറയുന്നത്. നിയോട്ടിയ, മോണോട്രോപ്പ തുടങ്ങിയവ ശവോപജീവി അല്ലെങ്കിൽ സാപ്രോഫൈറ്റിന് ഉദാഹരണമാണ്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പോയിൻറ്റ്സ് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, നമുക്ക് ആ പോയിൻറ്റ്സ് ഒന്നുകൂടെ നോക്കാം. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖല ജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്ന് നമ്മൾ പറയുന്നത്. ഒറ്റ ശ്രേണിയിലുള്ള പരസ്പര ബന്ധത്തെ നമ്മൾ ആഹാര ശൃംഖല എന്നും ഫുഡ് ചെയിൻ എന്നും പറയുന്നു. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരാണ് അരിപ്ലവകങ്ങൾ. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരാരാണ്? പ്ലവകങ്ങളാണ്. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടാണ് എന്ത്? ആവാസം. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ആവാസം. ആവാസത്തിന് ഉദാഹരണമാണ് വയൽ, പുൽമേട്, ധ്രുവപ്രദേശം, മരുഭൂമി, കണ്ടൽക്കാടുകൾ തുടങ്ങിയവ. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ കാണപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ഒരു അധിനിവേശ മത്സ്യമാണ് എന്ത്? ആഫ്രിക്കൻ മുഷി. ആഫ്രിക്കൻ മുഷിയെ ഭക്ഷിക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ ഉണ്ട്. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ആഫ്രിക്കൻ മുഷിയെ ഭക്ഷിക്കുന്ന മത്സ്യങ്ങൾ നമ്മുടെ ജലാശയങ്ങളിലില്ല. അതിനാൽ ഇവ വരുന്നത് നമ്മുടെ ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങൾക്ക് ഒരു ഭീഷണിയാണ്. കടുവകളെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ജീവികളെ സംരക്ഷിക്കുന്നതാണ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ക്ലാസ് കേട്ടവർക്കറിയാം, താഴെ തട്ടിലുള്ള ജീവികളെക്കാട്ടിയും പ്രാധാന്യം അർഹിക്കുന്നത് ഉയർന്ന തട്ടിലുള്ള ജീവികളെ സംരക്ഷിക്കുന്നതാണ്. അവ നശിച്ചാൽ അവയ്ക്ക് പകരം പുതിയ ജീവികൾ, അതേ സ്ഥാനത്ത് അതേ ധർമ്മം ചെയ്യുന്ന പുതിയ ജീവികൾ വരാൻ പാടാണ്. അതിനാൽ നമ്മൾ ഉയർന്ന കണ്ണിയിലുള്ള ജീവികളെ സംരക്ഷിക്കേണ്ടതാണ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്, അല്ലേ? അതിനാലാണ് നമ്മൾ പ്രോജക്റ്റ് ടൈഗർ കൊണ്ടുവന്നത്. എന്നാണ് പ്രോജക്റ്റ് ടൈഗർ കൊണ്ടുവന്നത്? 1973 ഏപ്രിൽ 1 എന്നാണ് ആഗോള കടുവാ ദിനം. ജൂലൈ 29 നമ്മൾ കടുവാ ദിനമായിട്ട് ആചരിക്കുന്നത്. പ്രകാശ സംശ്ലേഷണം അറിയാലോ. സസ്യങ്ങൾ അവയുടെ സ്റ്റൊമാറ്റയിലൂടെ, ആസ്യരന്ധ്രത്തിലൂടെ ജലവും ഈർപ്പവും കാർബൺ ഡൈ ഓക്സൈഡും വലിച്ചെടുത്ത് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. പിന്നെ സസ്യങ്ങളിലും ജീവികളും എല്ലാം ശ്വസനത്തിന് ഏത് വാതകമാണ് ഉപയോഗിക്കുന്നത്? ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. അവ പുറത്തുവിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. പക്ഷേ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. പിന്നെ ഒരു ചെടിയുടെ തണ്ടിൽ ഇലകളുടെ ആ ക്രമീകരണത്തെ നമ്മൾ എന്തെന്നാണ് പറഞ്ഞത്? ഫൈലോടാക്സി എന്ന് പറഞ്ഞു, അല്ലേ? വിന്യാസം. അങ്ങനെ 3 രീതിയിലുള്ള വിന്യാസത്തെ പറ്റി പറഞ്ഞു. ഏകാന്തര വിന്യാസം, ഓപ്പോസിറ്റ് എതിർവിന്യാസം, സർപ്പിള വിന്യാസം. ഏകാന്തര വിന്യാസം എന്താണ്? ഓൾട്ടർനേറ്റായിട്ട് ഒരു പർവ്വത്തിൻ്റെ ഓൾട്ടർനേറ്റായിട്ട് ഇലകളുടെ അറേഞ്ച്മെൻറ്റ് വരുന്നതാണ്. ഏതൊക്കെയാണ് ഉദാഹരണം? റോസ, ചെമ്പരത്തി, മാവ് തുടങ്ങിയവയാണ് ഏകാന്തര വിന്യാസത്തിന് ഉദാഹരണം. എതിർവിന്യാസമാണെങ്കിലോ ഓപ്പോസിറ്റായിട്ട് ഇലകളുടെ അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ഒരു നോഡിൽ നിന്ന് തന്നെ ഓപ്പോസിറ്റ് ആയിരിക്കും 2 ഇലകൾ, അപ്പുറവും ഇപ്പുറവും കാണും 2 ഇലകൾ. ഇവയെ എതിർവിന്യാസം എന്ന് പറയുന്നു. ഉദാഹരണം ഏതൊക്കെയാണ്? തെച്ചി, പേര, തെച്ചി, തുളസി തുടങ്ങിയവയാണ് ഓപ്പോസിറ്റ് വിന്യാസത്തിന് ഉദാഹരണം. സർപ്പിള വിന്യാസമാണെങ്കിലോ ഒരു നോഡിൽ നിന്ന് 3 അതിലധികമോ ഇലകളുടെ അറേഞ്ച്മെൻറ്റിനെയാണ് സർപ്പിള വിന്യാസം എന്ന് പറയുന്നത്. സർപ്പിള വിന്യാസത്തിന് ഉദാഹരണമാണ് ഏഴിലം പാല, സൂര്യകാന്തി, അരളി തുടങ്ങിയവ. ഓക്കെ, ഏകാന്തര വിന്യാസം, ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എതിർവിന്യാസം,
സർപ്പിള വിന്യാസം. ഏകാന്തര വിന്യാസത്തിന് ഉദാഹരണം റോസ, ചെമ്പരത്തി, മാവ്. എതിർവിന്യാസത്തിന് ഉദാഹരണം പേര, തുളസി, തെച്ചി. സർപ്പിള വിന്യാസത്തിന് ഉദാഹരണം സൂര്യകാന്തി, അരളി, ഏഴിലം പാല. പിന്നെ വർണ്ണകങ്ങളുണ്ട്. ചുവപ്പ് നിറത്തിന് കാരണമായത് ആന്തോസയാനിൻ, ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിൻ, മഞ്ഞ നിറത്തിന് കാരണമായത് സാന്തോഫിൽ. പിന്നെ നമ്മൾ പറഞ്ഞു പാരസൈറ്റുകൾ, എപ്പിഫൈറ്റ്, ടോട്ടൽ പാരസൈറ്റ്, സെമി പാരസൈറ്റ്. എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞാൽ വാസസ്ഥലത്തിന് മാത്രം ആശ്രയിക്കുന്നവയാണ് എപ്പിഫൈറ്റ്. ഓർക്കിഡ്, മരവാഴ. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കുന്നവയാണ് സെമി പാരസൈറ്റ് അല്ലെങ്കിൽ അർത്ഥപരാധങ്ങൾ എന്ന് പറയുന്നത്. എത്തിൽക്കണ്ണിയും ചന്ദനവും. പിന്നെ ടോട്ടൽ പാരസൈറ്റ് അല്ലെങ്കിൽ പൂർണ്ണപരാധം എന്ന് പറഞ്ഞാൽ ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് അവ നിർമ്മിക്കുന്ന പോഷകഘടകങ്ങൾ വലിച്ചെടുത്ത് ജീവിക്കുന്നവയാണ് പൂർണ്ണപരാധം. ഉദാഹരണം മൂടില്ലാത്ത ആളിയും റഫ്ലേഷ്യയും. പിന്നെ നമ്മൾ സാപ്രോഫൈറ്റ് പറഞ്ഞു. ശവോപജീവികളിൽ നിന്ന് ജീവിക്കുന്ന, അവയിൽ നിന്ന് അവരുടെ മൃതാവശിഷ്ടങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുന്നവയാണ് സാപ്രോഫൈറ്റ് അല്ലെങ്കിൽ ശവോപജീവികൾ. ഉദാഹരണം നിയോട്ടിയ, മോണോട്രോപ്പ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആ ചാപ്റ്റർ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത ചാപ്റ്ററും പഠിക്കാം.